ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയിൽ എത്ര യൂണിറ്റ് കറണ്ട് ചാർജ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഓൺലൈനായി വാങ്ങിയൊരു ബാറ്ററിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഓൺലൈൻ സൈറ്റിൽ തന്നെ പോയി നോക്കാം. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. മസിൽ ഗ്രിഡ് എന്ന ബ്രാൻഡാണ് ഈ ബാറ്ററി. ഏകദേശം 41-42,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. രണ്ടാമത്തെ ഐറ്റമാണ്. 42,210 റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പാനലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 2 ടെർമിനൽ ഡിസ്പ്ലേ ചെയ്യേണ്ട. ഇത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് തീരെ ചെറുതായതുകൊണ്ട് വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാം. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആണ് ഈ ബാറ്ററിയുടെ കെമിസ്ട്രി. ഇതിൻ്റെ നോമിനൽ വോൾട്ടേജ് 26 വോൾട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെങ്കിലും 25.6 ആണ് സാധാരണഗതിയിൽ 24 വോൾട്ട് 8 സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റിന് വരുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി 120 AH ആണ്, ആംപിയർ അവർ. ഇതിൻ്റെ സ്പെസിഫിക് എനർജി എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ ടോട്ടൽ എനർജി കപ്പാസിറ്റി അവർ ഉദ്ദേശിക്കുന്നത് 3072 വാട്ട് അവർ ആണ്. ഈ ബാറ്ററിയുടെ വർക്കിംഗ് റേഞ്ച് 21 to 29 വോൾട്ട് ആണ്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 21.62 ആണ് കാണിക്കുന്നത്. ഈ ബീപ്പ് കേൾക്കുന്നത് ബാറ്ററി ലോ വോൾട്ടേജ് വാർണിംഗ് ആണ്. ഇത് നമ്മുടെ ഇൻവെർട്ടറിൽ നിന്നാണ് കേൾക്കുന്നത്. ചാർജ് കൺട്രോളർ ഓഫാണ്. എനർജി മീറ്ററിൻ്റെ കണക്ഷനും ബാക്കി ഡീറ്റെയിൽസും പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ദയവായി അത് കാണുക. നമുക്ക് ഈ ഇൻവെർട്ടർ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കൺട്രോളറിൽ നിന്ന് വരുന്ന മുഴുവൻ കറണ്ടും ഈ ബാറ്ററിയിലേക്ക് തന്നെ പോകും. ഇപ്പോൾ ചാർജ് കൺട്രോളർ ഓൺ ചെയ്തപ്പോഴേക്ക് ഇനീഷ്യലി എനർജി ഈ മീറ്ററിൽ നോക്കിയാൽ അറിയാം. എനർജി റൈറ്റ് സൈഡ് ബോട്ടം കോർണറിലാണ് 57, 58, 59 കാണിക്കുന്നുണ്ട്. ബാറ്ററി വോൾട്ടേജ് ലെഫ്റ്റ് സൈഡ് ടോപ്പാണ്, 25 വോൾട്ട് കാണിക്കുന്നുണ്ട്. 26 ആയി. ഇത് വളരെ ലെങ്തി വീഡിയോ ആയതുകൊണ്ട്, അതായത് 3.5 മണിക്കൂർ അടുപ്പിച്ചെടുത്തു ഇത് ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 20 ടൈംസ് സ്പീഡിൽ ഇടുകയാണ് ഈ പോർഷൻ, ചാർജിങ് പോർഷൻ. ഇപ്പോൾ ചാർജിങ് കറണ്ട് ഏകദേശം 28 ആംപിയർ 29 ആംപിയർ കാണിക്കുന്നുണ്ട്. സോളാർ പാനൽ 1900 വാട്ട്സിൻ്റെ സോളാർ പാനലാണ് വച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പവർ ഔട്ട്പുട്ട് വരുന്നത് 830ഓളം വാട്ട്സിൻ്റെ സോളാർ എനർജിയെ വരുന്നുള്ളൂ. അതിന് കാരണം ഇന്ന് മഴയുള്ള ദിവസമാണ്, വെയിൽ കുറവാണ്. അതുകൊണ്ടായിരിക്കും 850-900 വാട്ട്സ് മാക്സിമം കാണിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡിലിടുകയാണ്. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ ഏകദേശം 20-25 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ലെങ്തി വീഡിയോ 2-3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.